നമ്മൾ യുവാൽ നോവ ഹരാരി പറയുന്നൊരു കാര്യമുണ്ട്. ചരിത്രത്തെ ഒരു നേർരേഖയായി മാത്രം നമ്മൾ പരിഗണിച്ചുകൂടാ എന്ന് യുവാൽ നോവ ഹരാരി പറയുന്നുണ്ട്. 1903 SNDP ഉണ്ടാക്കിയപ്പോൾ എന്തായിരുന്നു SNDPയെ സംബന്ധിച്ച ഗുരുവിൻ്റെ സങ്കല്പം? അത് പരിശോധിക്കാതെ നമ്മൾ ഗുരു ജാതി സംഘടന ഉണ്ടാക്കിയെന്ന് പറയുന്നത് വസ്തുതാപരമായി തെറ്റാണ്. തന്നെ SNDPയെ സംബന്ധിച്ച് ഉള്ള ചർച്ചയിലാണ് ഗുരു പറയുന്നത് നമ്മുടെ സമുദായ സംഘടന എല്ലാ മനുഷ്യരെയും ഒന്നായി ചേർക്കുന്നതാകുന്നു എന്നുള്ളത് സമുദായ സംഘടനയെ സംബന്ധിച്ച ഗുരുവിൻ്റെ അഭിപ്രായമാണ് ഗുരു പറഞ്ഞത്. അല്ലാതെ തന്നെയല്ല, പുലയരെയും പറയരെയും മറ്റ് ഇതര ജാതി വിഭാഗങ്ങളെയെല്ലാം SNDPയിൽ അംഗമാക്കണമെന്ന് നിലപാടെടുത്ത ആളാണ് ഗുരു. ഈ നിലപാട് എപ്പോഴാണ് മാറിയത്? ഡോക്ടർ പൽപുവിന് എനിക്ക് തോന്നുന്നു 16 മറ്റോ ആണെന്ന് തോന്നുന്നു കത്തയക്കുന്നുണ്ട്. 16 കത്തയക്കുന്നത്. SNDP ഒരു ജാതി സംഘടനയായി മാറിയതിൻ്റെ ഉത്തരവാദിത്വം ഗുരുവിനല്ല. നമ്മളങ്ങനെ ഗുരുവിനെ കുറ്റപ്പെടുത്തിയതുകൊണ്ട് നമുക്കതിൽ നിന്നോ SNDPയുടെ പിന്നീടുള്ള നേതൃത്വത്തിലുള്ളവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല. യോഗത്തെ നാം മനസ്സുകൊണ്ട് വിട്ടിരിക്കുന്നത് പോലെ ഇപ്പോൾ വാക്കുകൊണ്ടും വിട്ടിരിക്കുന്നു എന്ന് ഗുരു 1916 ഡോക്ടർ പൽപുവിന് എഴുതുന്ന കത്തിൽ പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? ഗുരു SNDPയെ സംബന്ധിച്ച ഗുരുവിൻ്റെ സങ്കല്പം എല്ലാ മനുഷ്യരെയും ഒന്നായി ചേർക്കുന്നതാകുന്നു എന്ന സങ്കല്പമാണ് ഗുരു മുന്നോട്ട് വെച്ചത്. ആ ആശയം അനുസരിച്ചാണ് ഗുരു ജീവിച്ചത്. അരുവിപ്പുറത്തൊരു ക്ഷേത്രം സ്ഥാപിച്ച അവസരത്തിൽ ഒരു പുലയ സമുദായത്തിൽപ്പെട്ട ആൾ ഒരു കൊമ്പ് വിളിക്കാൻ ആഗ്രഹിച്ചു. ഗുരു പറഞ്ഞത് എന്തിനാണ് പുറത്തു നിന്ന് വായിക്കുന്നത്, അകത്തോട്ട് കയറി നിന്ന് വായിച്ചാട്ടെ എന്നാണ് ഗുരു പറഞ്ഞത്. അപ്പൊ എല്ലാ മനുഷ്യരെയും ഒരുപോലെ ചേർക്കുന്ന, എല്ലാ മനുഷ്യരെയും ഒന്നായി ചേർക്കുന്ന ഒരു സമുദായ സംഘടനയായിരുന്നു ഗുരു ഉണ്ടാക്കിയിരുന്നത്. പിന്നീട് ഗുരുവൈഖരി ഡോക്ടർ ടി ഭാസ്കരൻ സമാഹരിച്ച ഗുരുവൈഖരി നമുക്ക് ജാതികൾക്കും മതത്തിനും അതീതമായി ഒരു സംഘടന ഉണ്ടാക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന ദുഃഖം ഗുരു പങ്കുവെക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് ഗുരു പങ്കുവെച്ചത്? താൻ ഉദ്ദേശിച്ച രീതിയിൽ, താൻ സങ്കല്പിച്ച രീതിയിൽ SNDP വളർന്നില്ല എന്നതുകൊണ്ടാണ് ഗുരു അത്തരം ഒരു പ്രസ്താവന നടത്താൻ കാരണമെന്നുള്ളത്. അപ്പോൾ ഗുരുവിനെ നമ്മൾ ആ രീതിയിൽ പറഞ്ഞിട്ട് കാര്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് അത് നമ്മൾ പറഞ്ഞാൽ നിർത്താം. നമ്മൾ ഗുരുവിനേക്കാളും വലുതായി ശിഷ്യന്മാർ വളർന്നു. സഹോദരൻ അയ്യപ്പൻ്റെ ശിഷ്യനാണ് നാരായണ ഗുരുസ്വാമികൾ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ചിന്താവിഷ്ടയായ സീത എഴുതിയ കുമാരനാശാനെ വിമർശനാത്മകമായി പരിശോധിച്ചുകൊണ്ട് മാത്രം ഈ നിലപാട് വ്യക്തമാക്കാൻ കഴിയും. എന്താണ് ചിന്താവിഷ്ടയായ സീതയുടെ കുഴപ്പം? ചിന്താവിഷ്ടയായ സീത അടിസ്ഥാനപരമായി ജാതി വ്യവസ്ഥയെ വാർണിഷിട്ട് കാണിക്കുകയാണ് ചെയ്തത്. പാവയോ ഇവൾ എന്ന് ആശാന്റെ സീത പറയുന്നുണ്ട്. പക്ഷേ പാവയോ ഇവളെന്ന് പറഞ്ഞിട്ട് ആശാന്റെ സീത അങ്ങ് ആകാശത്തോട്ട് പൊങ്ങിപ്പോവുക. ഈ ഇന്ത്യയിലെ സീതമാരെല്ലാം അടുക്കളയിൽ തേങ്ങ ചിരകുക, അല്ല അടുക്കള പണിക്കകത്ത ഏത് രാമം വരും തേങ്ങ തിരുമാൻ? ആരും വരില്ല. അപ്പൊ പാവയോ ഇവൾ എന്ന് പറയാൻ എളുപ്പം. ചില നമ്മുടെ സാംസ്കാരിക പഠിതാക്കൾ പറഞ്ഞെന്താ, പാവയോ ഇവൾ എന്ന് പറഞ്ഞൊരു വിസ്ഫോടനമാണ്. ഒരു വിസ്ഫോടനവും ഇല്ല. സീതയെ ആശാൻ രക്ഷപ്പെടുത്തുക ചെയ്ത് ആകാശത്തോട്ട് പറന്നു പൊങ്ങി. 2, ഇന്ത്യൻ പാതിവൃത്യത്തെ, വാൽമീകി രാമായണം മുന്നോട്ട് വെച്ച പാതിവൃത്യ സങ്കല്പത്തെ ആശാന്റെ സീതാകാവ്യം ഉപേക്ഷിച്ചില്ല. ആ പാതിവൃത്യത്തെ ന്യായീകരിക്കുകയാണ് ആശാൻ ചെയ്തത്. എൻ്റെ ഒരു ലേഖനമുണ്ട്, ആശാന്റെ സീതാകാവ്യം ഒരു പ്രതിവിപ്ലവം എന്ന് പറഞ്ഞ് പച്ചക്കുതിര ഒരു ലേഖനം ഞാൻ വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അന്ന് വായിക്കാൻ താല്പര്യപ്പെടുകയാണ്. ഇങ്ങനെ ചിന്താവിഷ്ടയായ സീത അടിസ്ഥാനപരമായിട്ടൊരു പ്രതിവിപ്ലവമാണ് സൃഷ്ടിച്ചത്. ഈ സഹോദരൻ അയ്യപ്പൻ സൃഷ്ടിച്ച വിപ്ലവത്തിനെതിരായ പ്രതിവിപ്ലവമായിരുന്നു ആശാന്റെ സീതാകാവ്യം. അപ്പൊ എങ്ങനെ പറയും ഇദ്ദേഹത്തിന്റെ ശിഷ്യൻ ആശാൻ ഗുരുവിന്റെ ശിഷ്യനാണെന്ന്, നേരെ തിരിച്ചാണെന്ന് എങ്ങനെ പറയാൻ കഴിയും? ആത്മോപദേശ ശതകം ഗുരു എഴുതിയപ്പോൾ അദ്വൈത സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ 3 ശ്ലോകങ്ങൾക്ക് വ്യാഖ്യാനം എഴുതിക്കൊണ്ട് ചെന്നപ്പോൾ ഗുരു പറഞ്ഞ മറുപടി എന്തെന്നറിയാമോ? ഈ വൈക്കോൽ തുറുവാക്കുന്നത് പോലെയാണ് ആശാൻ ചെയ്തതെന്നാണ് ഗുരു പറഞ്ഞത്. എന്ന് വെച്ചാൽ ആത്മോപദേശ ശതകത്തിന് അദ്വൈതമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അല്ല, ആ രീതിയിലല്ല ഗുരു അത് എഴുതിയത്. അങ്ങനെ ആശാൻ ആത്മോപദേശ ശതകത്തിന്റെ വ്യാഖ്യാനം ആദ്യത്തെ ഏതാനും ശ്ലോകങ്ങൾ ഒതുക്കുക ചെയ്തത്. മഹാനദി സാഗരത്തിൽ ലയിക്കുന്നത് പോലെ സീത രാമന്റെ പാദത്തിൽ ലയിക്കേണ്ടവളാണെന്ന് ആശാൻ എഴുതി പിടിപ്പിച്ചു. അതുപോലെ തന്നെ ആശ്രമങ്ങൾ ഭൂവാണ് എന്ന് എഴുതുന്നുണ്ട്. ആശ്രമങ്ങൾ പുണ്യഭൂവാണ്, സൽക്കഥാ ചരിത്രം പാടുന്ന സ്ഥലമാണ് ആശ്രമങ്ങൾ എന്ന് ആശാൻ സീതാകാവ്യത്തിൽ എഴുതി. പരശുരാമൻ തൻ്റെ അമ്മയെ കൊന്ന ആശ്രമ സ്ഥലത്തെ ആശാൻ മറന്നു. വസിഷ്ഠനും വിശ്വാമിത്രനും തമ്മിൽ ജാതി വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ യുദ്ധം നടന്നത് വസിഷ്ഠന്റെ ആശ്രമത്തിൽ വെച്ചാണെന്നുള്ളത്
യാഥാർത്ഥ്യം ആശാൻ മറന്നുപോയി. ഇങ്ങനെ വലിയ സൽക്കഥ പറയുന്ന ആശ്രമങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് വാൽമീകിയോ വ്യാസനോ ജാതി വ്യവസ്ഥക്കെതിരായിട്ട് ഒരു വരി പോലും പറയാതിരുന്നത്? ഒന്നും പറഞ്ഞില്ലല്ലോ. അങ്ങനെ ഈ ആശ്രമ വ്യവസ്ഥയെ ന്യായീകരിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. ഇത് പൗരസ്ത്യവാദപരമായ കാഴ്ചപ്പാടുകൾ പല നിലകളിൽ ആശാൻ പിന്തുണയ്ക്കുകയാണ് ചെയ്യുന്നത്.